അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാ അല്ലാ നാളെ മുഹറം 9 9ഉം 10ഉം നമ്മളിലേക്ക് ആഗതമായി. അപ്പോൾ നമ്മൾ നല്ല നല്ല അമലുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളെ ധന്യമാക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത്, നിങ്ങൾ ദിവസവും ഉറങ്ങുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും ദിവസം ഉറങ്ങാറുണ്ടല്ലേ. പല സമയത്താണ് പലരും ഉറങ്ങാറ്. നിങ്ങൾ ഏത് സമയത്താണ് ഉറങ്ങലും എണീക്കലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ ഒരു ഉറക്കം അള്ളാഹുവിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തൊരു ഉറക്കമുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പലരും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ ഉറക്കം അള്ളാഹുവിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്നുണ്ടോ? നമുക്ക് നോക്കിയാലോ. അതറിയാം, വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ദിവസവും ഉറങ്ങലുണ്ട്. അതിലൊരു ഉറക്കം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തീരെ ഇഷ്ടമല്ല. അത് കാരണം നമ്മളെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. ഇസ്ലാമിൽ ഫജ്റിന് ശേഷം അനാവശ്യമായി ഉറങ്ങുന്നത് സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ അനുകൂലമല്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ ഫജ്റിന് ശേഷം ഉറങ്ങിയാൽ ദാരിദ്ര്യം ഉണ്ടാവാനൊക്കെ കാരണമാവും. നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല അല്ലേ. രാവിലെ സമയം ബർക്കത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ സമയമായി ആണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമ്മത്തിന് രാവിലെ സമയത്ത് ബർക്കത്ത് ലഭിക്കാനായി ദുആ ചെയ്തതായി ഹദീസുകളിൽ കാണാം. അതിനാൽ ഫജ്റിന് ശേഷം ദിക്ർ, ഖുർആൻ പാരായണം, പഠനം, ജോലി തുടങ്ങിയ നല്ല കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവിടെ നിയ്യത്ത് കരുതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഫജ്റിന് ശേഷം ഉറങ്ങുന്നവരിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത ഉറക്കമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും മുടങ്ങാനും, നമ്മളെല്ലാ തടസ്സങ്ങളും, നമ്മുടെ ലൈഫിൽ എല്ലാ തടസ്സങ്ങളും ഉണ്ടാവാനൊക്കെ ഇത് കാരണമാകും. ഇത് അങ്ങനെ ചെയ്യണവർക്ക് അവരുടെ ലൈഫിൽ ഒരു വിജയം ഉണ്ടാവില്ല. ഇനി ആർക്കെങ്കിലും വിജയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാരണം ആർക്കും ഉണ്ടാവില്ല. എൻ്റെ അറിവിൽ ഞാനൊക്കെ ഒരുപാട് പേരെടുത്ത് നമ്മളെ ഒരുപാട് കുടുംബക്കാരും സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ചോദിച്ചു നോക്കി, അങ്ങനെ ഉറങ്ങണവരാണോ, അത് ഇതില്ല എന്നൊക്കെ ചോദിച്ചു നോക്കിയപ്പോൾ അവർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കി. അങ്ങനെ ഉറങ്ങണവർക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല, എപ്പോഴും ടെൻഷൻ ഉണ്ടാവും, ഒരു റാഹത്തും ഒരു ബർക്കത്തൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ. കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കും. അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണം അവനിലേക്ക് കടന്നു വരും. ഇനിയിപ്പോൾ നാളെ മുഹറം 9 അപ്പോൾ ഈ മുഹറം 9നും 10നും നമ്മൾ അധികം ആൾക്കാരും നമ്മൾ മിനിങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് നോൽക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഈ നോമ്പ് നോൽക്കുമ്പോൾ നമ്മൾ പെലച്ചക്ക് അത്താഴത്തിന് നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ ചെയ്യുക, സുബഹ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയി നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം പോയി കിടക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ വേഗം പോയി കിടക്കും അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ കിടക്കാതിരിക്കുക. കാരണം ആ സമയത്ത് നമ്മൾ ദിക്റുകളും ദുആകളെ കൊണ്ടൊക്കെ ധന്യമാക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികളിലൊക്കെ ഉണ്ടെങ്കിൽ ആ ജോലിയൊക്കെ തീർക്കുക. ഞാൻ പറഞ്ഞില്ല, നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ഒരു നല്ലൊരു നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊക്കെ അത് നമ്മൾ ആർക്കാണ്, നമുക്കൊരു ആരോഗ്യം ഉണ്ടാവാനും പിന്നെ ആരോഗ്യം ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ എല്ലാവർക്കും അള്ളാഹുവിന് എനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് അതിൽ പ്രതിഫലം തരണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിയ്യത്ത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. അപ്പോൾ ഞാൻ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ക്ലീൻ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ നിയ്യത്ത് നമുക്ക് എങ്ങനെയൊക്കെ നമ്മളെ മനസ്സിൽ മൈൻഡിൽ അറിയണത് അതേപോലെ നമ്മൾ പറയുക, അള്ളാഹുവിനോട് നമ്മൾ പറയാം.
തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് നല്ല നിയ്യത്തോടു കൂടി വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഫലം ഉറപ്പാണ്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ സുബഹിക്ക് നേരത്തെ എണീക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ എണീച്ചിരിക്കണ പറഞ്ഞാണ്ട് ചെള്ളി കിടക്കണോലുണ്ടാവും. അത് നമ്മൾ എന്താ സൂര്യൻ ഉദിക്കണത് വരെ നമ്മൾ കടക്കാതിരിക്കുക. സൂര്യൻ ഉദിച്ചു ഉയർന്നിട്ട് നമ്മൾ കടന്നോളിയും അതിന് കുഴപ്പമില്ല. പിന്നെ കൈലൂലത്തിൻ്റെ ഉറക്കമൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ ഒരുപാട് പേരെ അന്വേഷിച്ചു, ഒരുപാട് പേരോട് ചോദിച്ചു നോക്കി. അപ്പോൾ ആ സമയത്ത് ഉറങ്ങണോലെ ഞാൻ കുറേ ആൾക്കാരെ ഞാൻ എണ്ണത്തിലെടുത്ത് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ ഓൽക്കൊക്കെ ഉണ്ടായതാണ്. എന്തിനീ പറയണ ഈ വ്യക്തി അടക്കം അങ്ങനെയുള്ള ഒരാളായിരുന്നു കേട്ടോ. ഇപ്പോൾ അൽഹംദുലില്ലാ നേരത്തെയൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് ആ സമയത്ത് എണീക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ടൂർ പോവുക, ട്രിപ്പ് പോവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അന്ന് ഉറക്കം തന്നെ ഉണ്ടാവില്ല. അതേപോലെയാണ് നമ്മൾ സുബഹിക്ക് നമ്മൾ അറിയാതെ പോകണത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയണം ആ സമയത്ത് നമ്മൾ ടൂറൊക്കെ പോകണമായി എണീക്കണ പോലെ തന്നെ സുബഹി നമ്മൾ അത്രക്കും നല്ലൊരു ഇബാദത്തായിട്ട് നമ്മൾ കാണണം. നമ്മളിൽ പലരും സുബഹീനെ ഒരു നിസ്സാരമാക്കി കാണുന്നവരാണ്. ഞാൻ അധികം നീട്ടി പറയണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളി. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.